2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. എങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കാം. എങ്കിൽ പറ. ഹലോ, ഉമ്മ ചോദിച്ചാ? ഉമ്മ വയ്ക്കാൻ ആ ചുണ്ടെടുത്ത് വെക്കാനുള്ള ഒരു സമയം എന്താ? നീ എടാ റൊമാൻറ്റിക് ആവ്. ഉമ്മ വച്ചാന്ന് ചോദിച്ചോണ്ടിരുന്നത് എങ്ങനെ വെക്കാൻ? എടാ നീ ദേഷ്യം കാണിക്കാൻ റൊമാൻറ്റിക് ആവ്. നീ ഫോൺ കട്ടി. എടാ നീ റൊമാൻറ്റിക് ആവാൻ ഞാനൊരു അഡ്വൈസ് തരാം. അതെ. എന്താ? എക്സാം നന്നായിട്ട് എഴുതിട്ടോ. അതെ, ഒരു ഉമ്മ വരൂ. ഒരു പെണ്ണ് സൈറ്റ് എടുത്ത് പറഞ്ഞ് കോളേജ് പിള്ളേരുടെ മുന്നിൽ തുണിയിൽ അടിച്ചേക്കണം. നിനക്ക് പോയി ചത്തൂടെ മെയിലേ? എടാ നീയായിട്ട് നീ കൈ അടിച്ചുപിടിക്കണ്ട. അടുത്ത വല്ല കന്നതിന് വല്ല കണക്കി അവരെന്നെ അടിച്ചുപിടിച്ചോളും. അവനെയും പണി അവളെയും പണി, രണ്ടെണ്ണം കരയും. ചേട്ടാ മധുരം കൂട്ടി ഒരു 10 ചായ ഇതിലെടുത്താൽ മതിയേ. ഇത് എൻ്റെതല്ലേ, നിങ്ങൾ ഞാൻ എടുത്തോണ്ട് വരത്തില്ലേ? എടാ അവന്മാർ ചായക്കടയിൽ പോകുന്നുണ്ട്, പെട്ടെന്ന് വാ. എങ്കിൽ അവന്മാർ ഇപ്പം പണിയാം. ചൂട് ഇങ്ങോട്ട് വാ. ഭയങ്കര മധുരമില്ലെങ്കിൽ പിന്നെ ചായ കുടിച്ചിട്ട് എന്തിൻ്റെ കാര്യം? നീ വണ്ടി തീർച്ചയായി അതിൻ്റെ തലയും അടിച്ച് പിടിച്ചോളാം. വണ്ടി നിൽക്കണ്ട.
കരിയോയിലായത് ഭാഗ്യം. അല്ല പെട്രോളാണ് ഒഴിച്ച് കത്തിച്ചായിരുന്നെങ്കിലേ. പെട്രോൾ ആസിഡൊക്കെ ഒഴിച്ച് പേടിപ്പിക്കാൻ ഞാൻ എന്താ അവരെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്താ? അതേ അവൻ്റെ ലവറാ ഞാൻ. അവനൊരെണ്ണം അങ്ങോട്ട് എടുത്തപ്പോൾ തിരിച്ചൊരെണ്ണം ഇങ്ങോട്ട് കിട്ടി, അത്ര തന്നെ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വാല് പിടിച്ച് പോണ്ട. ഡാ ആ വക്കീലേ, തുണിയാണോ വക്കീലെ? ആമ്പിള്ളേർ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുന്ന ഞാൻ ഒളിഞ്ഞോട്ടത്തിന് കേസ് കൊടുക്കും കേട്ടോ. ഓ മറച്ചു നിന്നോ, ഞാൻ കണ്ടതാണല്ലോ പ്രശ്നം. നാട്ടുകാരെ മുമ്പ് കൂടി പോലീസ് പൊക്കിക്കൊണ്ടു പോകുമ്പോൾ ഇതുപോലെ മറച്ചു നിൽക്കാൻ തുണി കിട്ടിയെന്ന് വരത്തില്ല. എന്താ വക്കീലേ, കാര്യം എന്താ? എടാ പോലീസുകാരൻ്റെ മുതുകറിഞ്ഞു വിളിച്ചാ പിന്നെ അവരെ നോയിക്കൊണ്ടിരിക്കുവോ? അയാൾ പോലീസാ? വെറും പോലീസുകാരനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതയാള് പക്ക ക്രിമിനലാ. ഒരു പെങ്കൊച്ചിനെ കയറി പിടിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ അച്ഛൻ ഇയാളെ വെട്ടി. അതിന് പകരമായിട്ട് ഇയാളുടെ അനിയൻ അവരെ വീട് കയറി ആക്രമിച്ചു. ആ കൊച്ചിൻ്റെ അച്ഛനെ തല്ലി ഒന്നിനും കൊള്ളാതാക്കി. ആ കൊച്ചു കയറി അങ്ങ് ആത്മഹത്യ ചെയ്ത് കൊന്നതാണെന്നും പറയുന്നുണ്ട്. വെട്ടുകൊണ്ട മുതി തന്നെ പിള്ളേർ പണിയെന്നല്ലേ സാറേ? വീട്ടിൽ മൊത്തം കൊതുകിൻ്റെ ശല്യമാടാ. ഞാൻ പുകയ്ക്കും, എന്നാലും ചില കൊതുകൾ എൻ്റെ മുഖത്തൊന്നിരിക്കും. എനിക്ക് കൈ എത്തത്തില്ലേ തട്ടിക്കളയാൻ. പക്ഷേ എൻ്റെ കൈവാക്കിന് കിട്ടുമ്പോൾ ഞാൻ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലും. മോളെ എവിടെ പോയതാ? ഇതാരാണ്? ആ, ഞാനിവിടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നാ നിങ്ങളെ. ആ മോൾക്ക് കല്യാണമൊന്നും ആയില്ലേ? അമ്മയുടെ ഏതോ ബന്ധുവാണ്, കൺഫേം. വിട്ടേക്കാം. മോളെ കല്യാണമൊന്നും ആയില്ലേ? ആ ഞാനിവിടെ എത്തി, വേഗം വാ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും, പോവല്ലേ? ആ ചേട്ടാ, ഇവിടുന്ന് ട്രിവാൻഡ്രം പോകാൻ ബസ്സാണോ? ഇവിടെ നിന്ന് ബസ്സൊന്നും കിട്ടത്തില്ലടാ. എന്തു പറ്റി? സിനിമയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഡയറക്ടർക്ക് എൻ്റെ ആക്ടിങ് ഇഷ്ടപ്പെട്ടില്ല, മടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാ. എന്നെ കാണപ്പോൾ ഒരാൾ വരും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ബസ് സ്റ്റാൻഡിലാക്കി തരാം. അതുവരെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആക്കി തന്നാ ചേട്ടാ. അതെന്തു പറ്റി? വല്ലതും കഴിച്ചിട്ട് 1.5 ദിവസമായി. ആ ഇതാരാ? അതൊരു പാവം പയ്യൻ. നീ വിളിപ്പിച്ച കാര്യം പറ. നിങ്ങൾ ആ വണ്ടി തട്ടിയ കേസിൽ അയാളെ പോയി കണ്ടായിരുന്നല്ലേ? പിന്നെ അയാളെ ഞാൻ കണ്ടായിരുന്നു. തേടിയ വള്ളി കാലി ചുറ്റൻ ഇതാ പറയുന്നത്. അല്ല മോക്ക് അവന്മാരുമായിട്ടുള്ള ബന്ധം എന്താ മോളെ? ബന്ധം എന്തേലും ആയിക്കോട്ടെ, ചേട്ടൻ എന്താ? എനിക്കിനി അവന്മാരുമായിട്ട് ബന്ധം കാണും. അപ്പോൾ പിന്നെ മോക്ക് അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചേട്ടൻ അറിയണ്ടേ? മോളെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് തട്ടിയതിൻ്റെ പേരില്ല അന്ന് ഞാൻ അവന്മാർക്കൊരു ഡോസ് കൊടുത്ത് വിട്ടേ. അപ്പം അവന്മാർക്ക് എൻ്റെ മിഡിൽ സ്റ്റമ്പിന് ടൊണ്ടാക്കണം. അമ്മച്ചി കാവി കത്തിക്കുന്ന വിളക്ക് കൊണ്ടായിരിക്കണം അടിമാറി തൊടയിൽ കൊണ്ടത് എന്ന് കരുതി എനിക്ക് അവന്മാരെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? ഞാനൊരു മാന്യനാണ്. അല്ലെങ്കിൽ ആ പന്ന കഴിവേറികൾക്ക് കൊടുക്കാൻ പോകുന്ന പണി മോക്കിട്ട് തരാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പെങ്കൊച്ചുങ്ങളെ എനിക്ക് എന്നും ബഹുമാനമാണ്.
ചേട്ടാ 2-3 ദിവസം ഞാൻ അവന്മാരുടെ അഡ്രസ്സ് തപ്പി നടന്നതാ. ഇനിയിപ്പോൾ അവന്മാരോട് എൻ്റെ അഡ്രസ്സ് തപ്പി വരാൻ പറ. അതുവരെ മോള് വണ്ടി ഓടിക്കണ്ട. ഇന്ന് രാത്രിക്കുമ്പോൾ ആ ചാവി വാങ്ങിച്ചു തന്നാൽ പോരെ? നിക്ക്, എൻ്റെ വേറെ ചാവി ഉണ്ടായിരുന്നു. എൻ്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? ചേട്ടനെ പണിയാൻ വന്നതെന്ന് മനസ്സിലായില്ലല്ലേ? സൂപ്പർ എടാ.